ഫുട്ബോൾ ലോകത്ത് പരിശീലകർ പലവിധമുണ്ട്. മൈതാനത്തിന് അരികിൽ നിന്ന് ആക്രോശിക്കുന്നവർ, ലാപ്ടോപ്പ് സ്ക്രീനുകളിലെ ഫോർമേഷനുകളിൽ മാത്രം വിശ്വസിക്കുന്നവർ, തന്ത്രങ്ങളുടെ അതിപ്രസരം കൊണ്ട് കളിക്കാരെ ശ്വാസം മുട്ടിക്കുന്നവർ. എന്നാൽ ഇവരിൽ നിന്നും ഇതിനെല്ലാം വ്യത്യസ്തനായ ഒരാളുണ്ട്. അത് ആരാണെന്ന് നോക്കാം. റിപ്പോർട്ട് കാണാം. തന്ത്രങ്ങളുടെ ഇരുമ്പുമറകളോ ആക്രോശങ്ങളോ ആയിരുന്നില്ല അയാളുടെ ആയുധം. മറിച്ച് കളിക്കാരുടെ നെഞ്ചിലെ മുറിവുകളെ തൊട്ടറിഞ്ഞ ആർദ്രമായൊരു ശാന്തതയായിരുന്നു. തോൽവികളിൽ നിന്ന് ജയത്തിന്റെ വൻമതിലുകൾ പണിതുയർത്തിയ ആ മനുഷ്യന്റെ പേര് ലയണൽ സ്കലോണി എന്നാണ്. ഫുട്ബോളിന്റെ വർത്തമാനകാല ചരിത്രം തന്നെ മാറ്റിയെഴുതിയ അയാളുടെ ജീവിതം വീണുടഞ്ഞുപോയൊരു ഭൂതകാലത്തിൽ നിന്നുള്ള വലിയൊരു തിരിച്ചുവരവിന്റെ കഥ കൂടിയാണ്. 2006 FA കപ്പ് ഫൈനലിൽ വെസ്റ്റ് ഹാമിനായി കളിക്കുമ്പോൾ സ്കലോണി വരുത്തിയ ഒരൊറ്റ പിഴവാണ് അവരുടെ കിരീട സ്വപ്നം തകർത്തതും അദ്ദേഹത്തിന് ക്ലബ്ബുമായുള്ള കരാർ നഷ്ടമാക്കിയതും. കരിയർ അവസാനിപ്പിച്ച ശേഷം 2018 ലോകകപ്പിലെ അർജന്റീനയുടെ തകർച്ചയ്ക്ക് പിന്നാലെ താൽക്കാലിക പരിശീലകനായാണ് സ്കലോണി ചുമതലയേൽക്കുന്നത്. വമ്പൻ പരിശീലകരെല്ലാം ആ സ്ഥാനം ഏറ്റെടുക്കാൻ ഭയന്ന് മാറി നിന്നപ്പോൾ മുൻ പരിചയമില്ലാത്ത ഈ 40-കാരനെ പരിഹസിച്ചവരായിരുന്നു ഭൂരിഭാഗവും. ചുമതലയേറ്റെടുത്ത സ്കലോണി ആദ്യം ചെയ്തത് രാജ്യാന്തര ഫുട്ബോളിൽ നിന്ന് വിട്ടുനിന്ന ലയണൽ മെസ്സിയെ തിരികെ കൊണ്ടുവരികയായിരുന്നു. പാബ്ലോ ഐമാറിനെയും വാൾട്ടർ സാമുവലിനെയും ഒപ്പം കൂട്ടി അദ്ദേഹം മെസ്സിക്ക് മുന്നിൽ പുതിയൊരു യുവനിരയുടെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. മെസ്സിയെ മാത്രം ആശ്രയിക്കുന്ന ശൈലി മാറ്റി അദ്ദേഹത്തിനായി മൈതാനത്ത് ജീവൻ കളയാൻ മടിക്കാത്ത ഒരു ചെറുപ്പക്കാരുടെ പടിയെ സ്കലോണി ചുറ്റും നിർത്തി. ഫോർമേഷനുകൾക്കുമപ്പുറം ഡ്രസ്സിംഗ് റൂമിലെ ഒഗട്ടിനും കളിക്കാർ തമ്മിലുള്ള ആത്മബന്ധത്തിനുമാണ് സ്കലോണി പ്രാധാന്യം നൽകിയത്. തോൽവികളിൽ തളരുമ്പോൾ കളിക്കാരെ ചേർത്തു പിടിക്കുന്ന ഒരു രക്ഷകനായി അദ്ദേഹം മാറി. 2022 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ തോറ്റപ്പോഴും വിഷമിക്കണ്ട, നാളെയും സൂര്യനൊദിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹം ടീമിന് ആത്മവിശ്വാസം നൽകി. ഒരു താൽക്കാലിക പരിശീലകനിൽ നിന്ന് സ്കലോണി അർജന്റീനയെ മാറ്റിയെഴുതിയത് വിജയങ്ങളുടെ ചരിത്രത്തിലേക്കാണ്. 2021 കോപ്പ അമേരിക്ക, 2022 ഫൈനലിസിമയും ഖത്തർ ലോകകപ്പും, ഒടുവിൽ 2024 വീണ്ടും കോപ്പ അമേരിക്ക എന്നിങ്ങനെ പങ്കെടുത്ത എല്ലാ ടൂർണമെന്റുകളിലും അർജന്റീനയെ അദ്ദേഹം ജേതാക്കളാക്കി. നടക്കാനിരിക്കുന്ന ഫൈനലിൽ കിരീടം നിലനിർത്താൻ അർജന്റീന ഒരിക്കൽ കൂടി കളത്തിലിറങ്ങുമ്പോൾ അതിന്റെ ഫലം എന്തുതന്നെയായാലും വീഴ്ചകളിൽ നിന്ന് ഒരു സാമ്രാജ്യം പടുത്തുയർത്തിയ, തോൽവികളെ തോൽപ്പിച്ച ഒരേയൊരു തന്ത്രജ്ഞനായി ലയണൽ സ്കലോണി ഫുട്ബോൾ ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കും. വേൾഡ് കപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.